ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം മൈലുംപുറത്ത് കുടുംബ വഴക്കിനിടെ 4 പേർക്ക് കുത്തേറ്റു. മൈലുംപുറം പത്മശ്രീ പുത്തൻ വീട്ടിൽ സച്ചിൻ, മോഹൻകുമാർ, പത്മജ, വിഷ്ണുജിത്ത് എന്നിവർക്കാണ് കത്തി കൊണ്ട് കുത്തേറ്റത്. നെഞ്ചിലും മുതുകിലും കുത്തേറ്റ മോഹൻകുമാറിന്റെ പരിക്ക് ഗുരുതരമാണ്. സംഭവത്തെ തുടർന്ന് പത്മജയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അയാൾക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതിന് മുന്നേ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് 1-2 ദിവസത്തിന് മുകളിൽ കൂടുതൽ പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നാഗങ്ങളുടെ പൂജ കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടി ചേച്ചി വന്ന സമയത്താണ് സ്കൂട്ടിയിൽ അയാൾ വന്ന് ചേച്ചിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആ സമയത്ത് ഞാൻ ചേച്ചിയെ രക്ഷിക്കാൻ പോയപ്പോൾ എൻ്റെ ഈ കൈയിൻ്റെ ഇവിടെ കത്തി കൊണ്ട് കുത്തി കയറി. പിന്നെ എനിക്ക് മുതുകത്ത് 2 വട്ടം കുത്തിയിട്ടുണ്ട് മുതുകത്ത്. പിന്നെ ഈ വിരലിൻ്റെ പകുതിയോളം പോയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സ്റ്റിച്ചസാണ് ഇട്ടുന്നത്. ഇവിടെ ഇറച്ചി തൂങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ. അതിനുശേഷം എനിക്ക് എൻ്റെ ആരോഗ്യം മൊത്തം പോയി. അപ്പോഴാണ് എൻ്റെ ചെറിയച്ഛൻ വന്നത്. ചെറിയച്ഛൻ രക്ഷിക്കുന്ന സമയത്ത് ചെറിയച്ഛൻ്റെ നെഞ്ചത്ത് കുത്തി, ചെറിയച്ഛൻ്റെ മുതുകത്തും കുത്തി. ചെറിയച്ഛൻ്റെ സ്റ്റേജ് ഇപ്പോൾ കുറച്ച് ഗുരുതരമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ICU തന്നെ കിടക്കുകയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ കസിൻ ബ്രദർ വിഷ്ണുജിത്ത്, അവൻ പുറത്തേക്ക് പോകാനുള്ളൊരു ജോലിക്ക് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ അവൻ്റെ കയ്യിൽ പലതരം ആകൃതിയിലാണ് വെട്ടിയുന്നത്. എന്ന് വെച്ചാൽ ഞരമ്പ് കട്ടായിട്ടുണ്ട്. അപ്പോൾ അവന് ഓപ്പറേഷൻ കഴിഞ്ഞ് അവനും ICUയിൽ അഡ്മിറ്റാണ്. ഞാനും ചേച്ചി മാത്രം. ഞങ്ങൾക്കധികം എല്ലിലേക്കും ഞരമ്പിലേക്കും ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളെ അഡ്മിറ്റ് ആക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. കത്തിയും കൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. വന്ന സ്കൂട്ടി ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ തുറന്നിരുന്നു, ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുവേണ്ടി തുറന്നു നോക്കിയപ്പോൾ ഉപയോഗിച്ച കത്തിയെക്കാട്ടിലും ഇരട്ടി വലുപ്പമുള്ള 2 കത്തികൾ വേറെ വണ്ടിയിലിരിക്കുന്നുണ്ട്. കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ വന്നതെന്ന് ഇതിലൂടെ എനിക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ എല്ലാവർക്കും മനസ്സിലായി. പോലീസുകാരുടെ അടുത്തും അയാളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പത്മജ സ്വന്തം വീട്ടിലേക്ക് പോയതിന്റെ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യ വീട്ടിലെത്തിയ അനിൽകുമാർ പത്മജയെ കത്തികൊണ്ട് കുത്തുന്നത് കണ്ട് തടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കും കുത്തേറ്റത്. പരിക്കേറ്റവർ വാണിയംകുളത്തെയും കണ്ണിയമ്പുറത്തെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.